ആനക്കൊമ്പനാന കറുകറുത്തൊരാന വലിയ മുറം പോലെയുള്ള ചെവികളാട്ടി നിന്നു. എന്തോന്നാ? വലിയ മുറം പോലെയുള്ള ചെവികളാട്ടി നിന്നു. മുറം കണ്ടിട്ടുണ്ടോ? മുറം എന്തിനാ? അരി അരയ്ക്കാൻ. എന്തിനാ മുറം ഉപയോഗിക്കുന്നത്? അരി എന്താ ചെയ്യാനാ? അരി പാറ്റുന്നത് എന്തിനാ? നെല്ല് കളയാൻ. നെല്ലെന്താ കളയാൻ? എന്താ പറയുന്നു? ചെള്ള്. ചെള്ളിനെ കളയാൻ. പിന്നെ സർക്കാർ തരുന്ന അരിയാണെന്ന് പറഞ്ഞേക്കോ. പിന്നെ പിന്നെന്തുവാ? നെല്ല്, ചെള്ള്. പിന്നെന്തുവാ? ആൾക്ക്. പിന്നെ വേറൊക്കെ ഉണ്ടല്ലോ അരിക്കകത്ത് കാണുന്നത്. എന്താ? ഉമീന്ന് കേട്ടിട്ടുണ്ടോ? നോ. ടീച്ചർമാരെ നിങ്ങൾ ഉമി കണ്ടിട്ടില്ല? തവിട് ഇല്ല. നിങ്ങൾ ആരെങ്കിലും അടുക്കളയിൽ കയറിയിട്ടുണ്ടോ? നിങ്ങളുടെ അമ്മ മുറക് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടോ? എവിടെ? ചുമ്മായിരുന്നു. അപ്പൊ ആനയുടെ ചെവി എങ്ങനത്തേതാണ്? ആനക്കൊമ്പനാന കറുകറുത്തൊരാന വലിയ മുറം പോലെയുള്ള ചെവികളാട്ടി നിന്നു. പിണ്ടി പോലെ നീന്തുരുണ്ട തുമ്പി കാട്ടി നിന്നു. പിണ്ടി അല്ല, അത് വേറെ. ഇത് പിണ്ടി. എന്തോ? പിണ്ടി പോലെ നീന്തുരുണ്ട തുമ്പി കാട്ടി നിന്നു. പിണ്ടി കണ്ടിട്ടുണ്ടോ? എന്തിനാ പിണ്ടി? എന്തിനാ പിണ്ടി? ആനപ്പിണ്ടി. ആനപ്പിണ്ടി. എന്തിനാ പിണ്ടി? എന്തിന്റെയാ പിണ്ടി എന്ന് വെച്ചാൽ എന്തുവാ? വാഴയുടെ പിണ്ടി. വാഴയുടെ പിണ്ടി കൊണ്ട് എന്തുവാ ഗുണം? എന്തുവാ? സാമ്പാറാക്കില്ല. എന്താ വേണ്ടേ? ആറ്റിന്റെ തീരത്തുള്ളവർക്ക് അറിയത്തില്ലേ പിണ്ടി കൊണ്ട് എന്താ ഗുണം? എന്താ പിണ്ടി? പിണ്ടി കൂട്ടിക്കെട്ടി എന്തുണ്ടാക്കും? ചെങ്ങാനം ഉണ്ടാക്കും അല്ലേ? വെള്ളത്തിൽ കൂടെ പോകണ്ട അല്ലേ? അപ്പൊ അങ്ങനെ പിണ്ടി പോലെ നീണ്ടുരുണ്ട തുമ്പി കാട്ടി നിന്നു. വെളുവെളുത്തു വളവളഞ്ഞ കൊമ്പുരുണ്ടിരുന്നു. വളവളാന്ന് പറയാൻ പറ്റില്ല. വെളുവെളുത്തു വളവളഞ്ഞ കൊമ്പുരുണ്ടിരുന്നു. ആനക്കൊമ്പനാന കറുകറുത്തൊരാന വലിയ മുറം പോലെയുള്ള ചെവികളാട്ടി നിന്നു. പഠിച്ചോ ആനയെ? ആനയെ മനസ്സിലായല്ലോ. ആന എന്താണ്? കൊമ്പനാനയാണ്, കൊമ്പുള്ളാനയാണ്, കറുത്താനയാണ്, മുറം പോലെ ചെവി, പിണ്ടി പോലത്തെ തുമ്പിക്കൈ, വെളുത്ത കൊമ്പ്. ആനയുടെ ചിത്രം കിട്ടിയേ. ഇങ്ങനെയാണ് ഇത് നമ്മൾ കൊച്ചു കൊച്ചു കൊച്ചു. നിങ്ങൾക്കും കവിത എഴുതാം. എഴുതരുതോ? എഴുതരുതോ? അക്കാണുന്ന ഒരു മലയേത്? അറിയാവോ? അറിയാവോ? അറിയത്തില്ല എന്താ പറയും? അറിയില്ല. അക്കാണുന്ന ഒരു മലയേത്? അറിയില്ല. ഒരു തവണ പറഞ്ഞാൽ മതിയോ? ഒരു താളം വേണ്ട.
ഒന്നുകൂടെ പറഞ്ഞേ, 2 തവണ പറഞ്ഞേ. അറിയില്ല. അക്കാണും ഒരു മലയേത്? അറിയില്ല. അക്കാണും ഒരു മലയേത്? അറിയില്ല. അറിയില്ല. അറിയില്ലെങ്കിൽ ചൊല്ലിട്ടോ. ചൊല്ലിട്ടോ എന്ന് ചോദിച്ചപ്പോ എന്നോട് ഞാൻ ചൊല്ലിട്ടോ. അറിയില്ലെങ്കിൽ ചൊല്ലിട്ടോ. ചൊല്ലിട്ടു ചൊല്ലിട്ടു. ഉത്തരം പറഞ്ഞാട്ടെ അല്ലേ? അക്കാണും ഒരു മലയേത്? അറിയില്ലെങ്കിൽ ചൊല്ലിട്ടോ. ചൊല്ലിട്ടെങ്കിൽ പറയട്ടെ. ചൊല്ലിട്ടെങ്കിൽ പറയട്ടെ. പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ. അക്കാണുന്നത് മലയല്ല. എന്തോ ചോദിക്കും? എന്തോ ചോദിക്കും? ചോദിക്കേ. അക്കാണുന്നത് മലയല്ല. പിന്നെന്താ? പിന്നെന്താണ് ചോദിക്കേ? കവിത വരട്ടെ, കവിത ഒഴുകി വരട്ടെ, മനസ്സിലാവും. അക്കാണുന്നത് മലയല്ല. ആന ചരിഞ്ഞ കിടപ്പാണി. അയ്യയ്യോ അയ്യയ്യോ. എന്തൊരു അയ്യയ്യോ. എന്തിനാണോ അയ്യോ? ഉറക്കപ്പുറ. അയ്യയ്യോ നാട്ടുകാരിൽ ഓടി വരണം. അയ്യയ്യോ 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 അയ്യോ അയ്യോ. അക്കരയിൽ നിന്ന് ആൾക്കാർ ചാടിയിട്ടുണ്ട് വെള്ളത്തിലൂടെ. അക്കാണുന്നൊരു മലയേത്? അറിയില്ലെങ്കിൽ ചൊല്ലിട്ടോ. ചൊല്ലിട്ടെങ്കിൽ പറയട്ടെ. അക്കാണുന്നത് മലയല്ല. അക്കാണുന്നത് മലയല്ല. അറിയില്ലെന്ന് എനിക്കറിയാം. പിന്നെന്താ? പിന്നെന്താ? ആണ് ചരിഞ്ഞു കിടപ്പാണി. അങ്ങനാണോ നിലവിളിക്കുന്നത്? പറ. അങ്ങനെ മനോഹരമായി. അപ്പോൾ ഇങ്ങനെ കൊച്ചു 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 കവിതകളുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മൾ മുൻപോട്ട് പോകണം. നമ്മൾക്കൊരു ഗുണമുണ്ട്. ഏത് കാര്യവും ഒറ്റ തവണ പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു കഴിവ് നമുക്കുണ്ട്, ഇല്ലേ? ഒറ്റ തവണ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നില്ലേ? നമ്മൾ ഇങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ മോളെ തെക്കേലെ രാജന ചേച്ചി ചത്തുന്ന വീട്ടിൽ നിന്ന് പറഞ്ഞേക്കണേ. നമ്മളിപ്പോ തെക്കലെ രാജന ചേച്ചി ചത്തു, തെക്കലെ രാജന കാണാൻ പറ്റുന്ന പറയുന്നത് അല്ല. എന്തില്ല, ഒറ്റ പ്രാവശ്യം കേട്ടാൽ മതി. അതുപോലെ ഒരു തവണ കേൾക്കുമ്പോൾ മനസ്സിലാവുന്ന ഒരു കവിത പഠിപ്പിക്കട്ടെ. നിങ്ങൾക്ക് എത്രമാത്രം ഓർമ്മശക്തി ഉണ്ടെന്നോ ഒറ്റ തവണ ഞാൻ ചൊല്ലും. ഓക്കെ? എല്ലാവരും റെഡിയാണല്ലോ? ടീച്ചർമാർ ഉൾപ്പെടെ. ഓക്കെ? ഒറ്റ തവണ ഞാൻ ചൊല്ലും ആ കവിത. നിങ്ങൾ അവസാനം എന്നോട് എന്ത് ചെയ്യണം? മുഴുവൻ അത് ചൊല്ലിക്കേൽപ്പിക്കണം. ഓക്കെ ആണല്ലോ? റെഡിയാണോ? നിങ്ങൾ എന്റെ പുറകെ വന്നിരിക്കുന്നു. എനിക്ക് മുഖം കാണാൻ പറ്റുന്നില്ല. നിങ്ങൾ എവിടെ ഇരിക്കുന്നത്? ഇവിടെ ഇട്ടിരുന്നു. മുമ്പോട്ട് കസേര പിടിച്ചു. അല്ലേ? അവിടെ അപ്പൊ എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചേ. എല്ലാരും എന്റെ മുഖത്തേക്കൊന്ന് നോക്കിക്കേ. കൊള്ളാം. രാവിലെ എന്തോ കഴിച്ചിട്ട് വന്നേ? എന്തോ കഴിച്ചേ? പൊറോട്ടയോ? രാവിലെ ആരാണോ പൊറോട്ട കഴിച്ചത്? പൊറോട്ട കഴിച്ചിട്ടുണ്ടോ? രാവിലെ നമ്മളെ വിളിച്ചു കൊടുക്കുന്ന ആരാ? എന്നിട്ട് എന്ത് കൊടുക്കും? വിളിച്ചു കൊടുത്തി പറഞ്ഞാൽ പല്ല് തേപ്പിക്കും. പിന്നെ ഒന്നിന് പോകും. സത്യമാണ്. രാവിലെ വിളിച്ചു കൊടുത്തി പറഞ്ഞാൽ പല്ല് തേക്കുള്ളൂ. സൂസു. അപ്പൊ അതെല്ലാം കഴിഞ്ഞ് അമ്മ എന്ത് ചെയ്യും? നമ്മളെ കുളിപ്പിക്കും. അച്ഛനാണെങ്കിൽ അച്ഛൻ കുളിപ്പിക്കും, ഒരുക്കും. അമ്മയുടെ മുഖം നോർത്തെ മനസ്സിൽ കണ്ണം നടത്തി കൽപ്പന. അമ്മയുടെ മുഖം ഓർമ്മയുണ്ടോ? കണ്ണടക്കില്ല. കണ്ണുള്ള എന്നെ ഇല്ലേ കാണത്തില്ല, അമ്മയെ കാണത്തില്ല. ഓർത്തോ അമ്മേ? അപ്പൊ നമ്മളെല്ലാം കോൺസെൻട്രേഷൻ കൊടുക്കാൻ പോവാണ് മനസ്സിൽ. നമ്മൾ അടുത്ത് പാടാൻ പോകുന്ന ഒരു കവിത കാണാതെ ചൊല്ലാൻ പോകും. ഓക്കെ? ഓക്കെ? ശരി.
ഞാൻ ഒറ്റ പ്രാവശ്യം ചൊല്ലും, രണ്ടാമത് ചൊല്ലത്തില്ല. നിങ്ങൾ ഏറ്റു ചൊല്ലണം, ഞാൻ ചൊല്ലുന്നത് ഏറ്റു ചൊല്ലണം. ഓക്കെ? ഇല്ല പോണതാര് കുഞ്ഞു ഞമ്മേടമ്മ കൂടെ പോണതാര് വേലക്കാരൻ പാപ്പി എന്തൊടുത്തു പോണു പട്ടൊടുത്തു പോണു പട്ടിങ്കറ്റത്തെന്താ കാക്കപ്പൊന്നിന്നൂലെ ആർക്കണിയാൻ പൊന്ന് ആർക്കറിയാം പെണ്ണെ ചോദിക്കാൻ പോവാ. ഞാൻ ആദ്യത്തെ വരി ചോദിക്കുമ്പോ ഉത്തരം രണ്ടാമത്തെ വരി തരാമോ? ഉറപ്പാണേ? ഞാൻ ചൊല്ലുന്ന വരി ചൊല്ലരുത്, അതിന് അടുത്ത വരി ചൊല്ലണം. ഓക്കെ? ശരി. ഇല്ല പോണതാര് ഞാൻ പറയുന്നത് ചൊല്ലാൻ പാടില്ല, ഉത്തരം പറഞ്ഞു. ഇല്ല പോണതാര് കൂടെ പോണതാര് കൂടെ പോണതാര് എന്തെടുത്തു പോണു പട്ടിന്റെ കത്തെന്താ ആർക്കണിയാൻ പൊന്നെ. പഠിച്ചില്ലേ? ഒന്നുകൂടെ ചൊല്ലി നോക്കട്ടെ. ഇല്ല പോണതാര് ഉത്തരം പറയാം. ഇല്ല പോണതാര് ഇല്ല പോണതാര് കൂടെ പോണതാര് എന്തെടുത്തു പോണു പട്ടിന്റെ കത്തെന്താ ആർക്കണിയാൻ പൊന്നെ. നീ എന്നോടൊന്ന് ചോദിച്ചേ, നിങ്ങൾ ചോദിച്ചു ആദ്യം ചോദിച്ചു. പാപ്പി പട്ടെടുത്തു പോണു കാക്കപ്പൊന്നിന്നൂലെ ആർക്കറിയാം പെണ്ണെ. കാണാൻ പിടിച്ചോ? എല്ലാം ഒറ്റ തവണ കേട്ടാൽ മനസ്സിലാകുന്ന ഒരു ബുദ്ധി നമ്മൾക്കുണ്ട്. പക്ഷെ നമ്മൾ അതിന് നമുക്ക് എന്ത് പഠിപ്പിക്കാം? എല്ലാം നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അത്തരത്തിൽ പഠിപ്പിക്കാം. കുഞ്ഞുങ്ങളുടെ മനസ്സിലാക്കും. അതുകൊണ്ട് നാളത്തെ നാടിന്റെ അഭിമാനങ്ങളാണ് നമ്മുടെ ഓരോ കുഞ്ഞുങ്ങളും. ഇവരെ നാടിന്റെ വലിയൊരു സ്വത്താക്കി മാറ്റാൻ ഇവരെ കവിത ചൊല്ലിയ ശ്രീനിധിയെ പോലെയുള്ള കുട്ടികൾ എഴുതാനും വരയ്ക്കാനും പാടാനും ഒക്കെ കഴിയുന്ന ഒരുപാട് കഴിവുകളുള്ള നിങ്ങൾ നാളത്തെ വരദാനങ്ങളായി മാറുന്നവരാണ് നിങ്ങൾ. വളരുന്ന മക്കളെ, വിടരുന്ന പൂക്കളെ, വെയിലേറ്റു വരളാതെ കാറ്റേറ്റു തളരാതെ വളരുക. മുന്നിലെ ഗർത്തങ്ങൾ കണ്ടു വഴിമാറുക, പിൻപിലേക്ക് വഴി പൊഴിയുക. ഇടവഴികൾ ജീവിത വഴികളാരെ യാത്ര, ഇരുളുകൾ സഞ്ചാര